അതെ എത്ര ഉള്ളു നോട്ടെ നോട്ടെ എന്റെ പൊന്നെ ഒന്നുമില്ല അല്ലേ. മാത്രം ഇടക്കുറന്ന് മാറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ഈ ഞണ്ടുകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഞണ്ടായിരിക്കും നമ്മുടെ കടയിൽ ഇന്ന് കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. പക്ഷേ സംഭവം അതെല്ലാം ഞണ്ട് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലത്തെ പല വെറൈറ്റി ചെമ്മീനായിരുന്നു. അതായത് ചെറുതും വലുതുമായിട്ട്. അതായത് വില പറയണമെന്നുണ്ടെങ്കിൽ 80 രൂപയുടെ മുതൽ ഏറ്റവും വലിയ ചെമ്മീൻ 650 രൂപയുടെ ടൈഗർ പോൺസ് വരെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നതാണ്. 80 രൂപയിൽ തുടങ്ങിയിട്ട് 160, 180, 200, 240, 250, 300, 320, 380 അങ്ങനെ പോകട്ടെ ഓരോ ചെമ്മീത്തിൻ്റെയും വില. അത് വലുപ്പം അനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെമ്മീൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ കാണുന്ന ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 240 രൂപ കണ്ടുവിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ടൈഗർ പോൺസ് ഓരോന്നിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് കൗണ്ട് അനുസരിച്ച് 20 എണ്ണം, 1 കിലോയിൽ 20 എണ്ണം വീഴുന്നതിന് ഒരു വില, 15 എണ്ണം വീഴുന്നതിന് ഒരു വില, അങ്ങനെയായിരുന്നു കേട്ടോ ടൈഗർ പോൺസിൻ്റെ കാര്യം. പിന്നെ ഈ കാണുന്ന ചെമ്മീൻ വനാമി ചെമ്മീനായിരുന്നു കേട്ടോ. വലുപ്പമുള്ളതിന് 400 രൂപ വരെ വിലയുണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന സൈസ് ചെമ്മീൻ നോക്കി, അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു ചെമ്മീനായിരുന്നു കേട്ടോ ഈ വനാമി ചെമ്മീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ചെമ്മീൻ നമ്മൾ ഇന്ന് വിറ്റുണ്ടായിരുന്നത് 240 രൂപക്കായിരുന്നു കേട്ടോ. അത് നാരൻ ചെമ്മീനാണ്. അതായത് വനാമി ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വളർത്തു ചെമ്മീൻ, നാരൻ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരൻ ചെമ്മീൻ, നാടൻ ചെമ്മീൻ. അപ്പോൾ നാരൻ ചെമ്മീൻ്റെ അവൈലബിലിറ്റി, അതായത് വനാമി ചെമ്മീൻ വളർത്താണല്ലോ, ആ വളർത്തു ചെമ്മീൻ്റെ അവൈലബിലിറ്റി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു നമ്മുടെ കടയിൽ. ഈ നാരൻ ചെമ്മീനൊക്കെ വരുന്നതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് തീർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ചേട്ടന്മാരാണ് നമ്മുടെ കടയിലുള്ളത്. ഈ കാണുന്ന പോലെ ഞണ്ടും ചെമ്മീനും മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പല വെറൈറ്റി മീനും ഈ കാണുന്ന പോലെ ചെമ്മീനുണ്ടാവും, കൂരി ഉണ്ടാവും. ഓരോരുത്തരുടെ കയ്യിൽ തന്നെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഞണ്ടൊക്കെ. അപ്പോൾ ഈ കാണുന്ന വലുപ്പമുള്ള ചെമ്മീൻ വില 380. ഈ കാണുന്ന കൂരി നമ്മൾ ഇന്ന് വിറ്റുണ്ടായിരുന്നത് 140 രൂപയ്ക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന ചൂടൻ ചെമ്മീൻ നമ്മൾ 240 രൂപയ്ക്കും 200 രൂപയ്ക്കും നമ്മൾ വിറ്റുണ്ടായിരുന്നു കേട്ടോ. പല വലുപ്പം ഉണ്ടായിരുന്നു, വലുപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ഇഷ്ടംപോലെ ചേട്ടന്മാർ വരിയായിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ കടയിലോട്ട് ചെമ്മീൻ കൊണ്ടുവന്ന് തരാനായിട്ട്. ചെമ്മീനും മീനൊക്കെ ആയിട്ട് ഈ കാണുന്ന പോലെ ഒരു ചേട്ടൻ കൊണ്ടുവച്ച സഞ്ചിയിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല ഒന്നാം തരം നാടൻ കരിമീനായിരുന്നു. അതിൽ വലുപ്പമുള്ളതുണ്ടായിരുന്നു, വലുപ്പം പല വലുപ്പത്തിലുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വിലയുടെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ അതായത് ഏറ്റവും വലുപ്പമുള്ള കരിമീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഏകദേശം 1 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ 6 എണ്ണം 5 എണ്ണമൊക്കെ വരുന്ന കരിമീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത് കിലോയ്ക്ക് 600 രൂപയ്ക്കും. 1 കിലോയിൽ 10 എണ്ണം വീണതാണെങ്കിൽ നമ്മൾ 400 രൂപയ്ക്കും. അതിനും കൂടുതൽ ഒരു 13-15 എണ്ണമൊക്കെ വീഴുന്നതാണെന്നുണ്ടെങ്കിൽ 1 കിലോയിൽ അതിന് 300 രൂപയ്ക്കുമായിട്ട് എന്നിട്ട് വിറ്റുണ്ടായിരുന്നു. പിന്നെ അതിന് താഴെ നമ്മൾ 240 രൂപയുടെ ഉണ്ടായിരുന്നു. 200 രൂപയുടെ വരെ കരിമീൻ നമ്മുടെ കടയിൽ നിന്ന് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വന്ന കരിമീനെയൊക്കെ ഇതേ പല പാത്രങ്ങളോട്ട് മാറ്റുന്നതാണ്. പല പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ കൗണ്ട് അനുസരിച്ച്, അതായത് വലുപ്പം അനുസരിച്ച് പല പാത്രങ്ങളോട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന മീനൊക്കെ ഇതേ തട്ടിലോട്ട് പൊളിച്ചായിട്ട് കൊണ്ടുവന്ന് പോയി വെക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട കൂരിയാണ് ഇത് ഇപ്പോൾ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പല ചെമ്മീനും നമ്മൾ വിലയിട്ട് പിടുത്തക്കാർക്ക് വിലയിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മുടെ തട്ടിലോട്ട് ഇതേ കൊണ്ടുപോയി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ തട്ട് നോക്കിയപ്പോൾ തട്ട് മുഴുവൻ ചെമ്മീനാണ്, പല വെറൈറ്റി ചെമ്മീൻ. നിങ്ങൾ തന്നെ കൊണ്ടുപോയി എന്തോരം വെറൈറ്റി ചെമ്മീനാണ് നമ്മുടെ തട്ടിലുള്ളത്. അതായത് ഓരോ പാത്രങ്ങളിൽ വെച്ചേക്കുന്നതും ഓരോ വെറൈറ്റി ചെമ്മീനാണ്. ചില ചന്തയിലൊക്കെ പോകുമ്പോൾ കാണാറില്ല പല വെറൈറ്റി അരിമണികൾ, ഇഷ്ടംപോലെ വെറൈറ്റി അരിമണികൾ ചാക്കുകളിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവില്ല. അതേപോലെ ഉണ്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ ഒരു കാര്യം കണ്ടത്. കഴിഞ്ഞില്ല കേട്ടോ. അതെ പിന്നെയും ചെമ്മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബക്കറ്റിൽ ഞണ്ടായിരുന്നെങ്കിൽ ആ ചേട്ടൻ്റെ മറ്റേ ബക്കറ്റിൽ ചെമ്മീനായിരുന്നു. ചെമ്മീൻ എന്ന് പറയുമ്പോൾ നോക്കിക്കോട്ടെ, അതിൽ തന്നെ ആ ചേട്ടൻ ചൊരിഞ്ഞിടുമ്പോൾ തന്നെ ടൈഗർ പോൺസ് ഓരോന്നും രണ്ടെണ്ണമൊക്കെ ആയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞ് മാറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഗർ പോൺസിന് വേറെ വില, നാരൻ ചെമ്മീൻ, അതായത് ഈ ബക്കറ്റിലുള്ള ഭൂരിഭാഗം ചെമ്മീനും നാരൻ ചെമ്മീനാണ്, ആ മഞ്ഞ കളറിൽ കാണുന്നത്. അത് അപ്പോൾ ഏറ്റവും ടോപ്പ് ചെമ്മീനാണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ആ ഒരു വലുപ്പമുള്ള ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 380 രൂപയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ചൊരിഞ്ഞിടുന്നതിൻ്റെ ഇടയ്ക്ക് തിരഞ്ഞും മാറ്റുന്നതെന്ന് പറഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈഗർ പ്രോൺസ്, അതായത് നമ്മുടെ കാരച്ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ഇളനാരം വന്നിട്ടുണ്ട്. അതായത് ചെറിയ നാരഞ്ഞ മീനാണ് നമ്മൾ ഇളനാരം എന്നൊക്കെ പറയണത് കേട്ടോ. അതുകൂടാണ്ട് ഇതേ കാരച്ചെമ്മീൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലുള്ള ചെമ്മീനാണ് ഈ ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞാൽ, അത്രയും വലിപ്പമുള്ളത്. പിന്നെ ഇത് ഈ കാണുന്ന നാരൻ ചെമ്മീൻ ഇളനാരൻ നമ്മളിന്ന് വിട്ടുണ്ടായിരുന്നത് 240-നും 260-നുമാണ്. പിന്നെ നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനും മീനൊക്കെ ആര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ നമ്മൾ അപ്പം തന്നെ റെഡി ആയിട്ട് ക്യാഷ് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവർക്ക് വിലയിട്ട് കൊടുക്കും. ഇപ്പോൾ ചെമ്മീന് നമ്മൾ 200 രൂപ അവർക്ക് വിലയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ
220 രൂപയ്ക്ക് അല്ലെങ്കിൽ 240 രൂപയ്ക്കായിരിക്കും നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിന് വിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ചെമ്മീനും മീനൊക്കെ നമ്മുടെ കടയിൽ, ചെമ്മീനും ഞണ്ടൊക്കെ നമ്മുടെ കടയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്ക് ഇന്ന് കാലിയായിരുന്നത്. ഈ കാണുമ്പോൾ 2 പിലോപ്പികൾ മാത്രമേ നമ്മുടെ ടാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ വേറൊരു ചേട്ടൻ കരിമീൻ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടയിൽ സ്റ്റാഫ് കുറച്ച് കുറവായിരുന്നുകൊണ്ട് ഈ സീതമ്മ സാധാരണ നന്നാക്കാനായിട്ടാണ് നിൽക്കാറ്. അപ്പോൾ സീതമ്മയാണ് നമ്മുടെ ഇന്ന് അപ്പോൾ വന്ന കസ്റ്റമറിന് കരിമീൻ എടുത്തു കൊടുത്തട്ടെ. 3 കരിമീൻ 1 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ സീതമ്മ തന്നെയാണ് നന്നാക്കാനായിട്ട് കൊണ്ടുപോയി വെച്ചത് കേട്ടോ. അപ്പോൾ സീതമ്മ കൊണ്ടുപോയി വെച്ചെങ്കിലും എല്ലാവരും അതിന് സഹായിക്കാനായിട്ട് വന്നു. ചാക്കോ ചേട്ടനായിക്കോട്ടെ, അനിത ചേച്ചിയും അംബിക ചേച്ചിയും എല്ലാവരും കൂടി, അതായത് ഇവർ 3 പേര് കൂടിയാണ് മീനൊക്കെ നന്നാക്കിയത് കേട്ടോ. അപ്പോൾ അതായത് സീതമ്മ കരിമീൻ നന്നാക്കുന്നുണ്ട്. സീതമ്മ 1 കരിമീൻ, ചാക്കോ ചേട്ടൻ 1 കരിമീൻ, നമ്മുടെ അനിത ചേച്ചി 1 കരിമീൻ. അങ്ങനെയായിരുന്നിട്ട് ഇന്ന് ഈ കരിമീനൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആ വന്ന കസ്റ്റമറിന് ഒരു 3 മിനിറ്റ് പോലും നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനകം ഇവർ എല്ലാ പരിപാടിയും ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് റെഡി കുട്ടപ്പനാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിരുന്നാലും ഇവർ ഓരോരുത്തരും ക്ലീൻ ചെയ്യുന്ന, അതായത് കരിമീനായാലും ഏത് മീനും ആയിക്കോട്ടെ, അവർ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ യൂണിക് സ്റ്റൈലുണ്ട്. സീതമ്മ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിത ചേച്ചി വേറൊരു തരത്തിലായിരിക്കും കരിമീനും പിടിക്കുന്നതും, കത്തി പിടിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ വേറെ തരത്തിലായിരിക്കും. ചാക്കോ ചേട്ടൻ അതിന് വേറൊരു തരത്തിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ട്രെയിൻ ചെയ്തത് എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും ആ ഒരു ഇത് ചെയ്യുന്നത്. അതായത് പല തരത്തിലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു പിടിക്കണ ശൈലി ആയാലും പോലും, അതായത് കത്തി പിടിക്കുന്നതായാലും മീൻ പിടിക്കുന്നതായാലും ഓരോ ശൈലി. ചിലപ്പോൾ മുട്ടിൽ വെച്ചായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, ചിലപ്പോൾ കയ്യിൽ തന്നെ പിടിച്ചായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ചലഞ്ച് കൊടുക്കാൻ പോവേണ്ട ലൂക്കാസ്, ഞണ്ടിനെ പിടിക്കോ? ഞണ്ടിനെ പിടിക്കതേ കെട്ടിയിട്ട് ഞണ്ടാണ് അതിനെ പിടിക്കാൻ എനിക്കൊരു മിഠായി ഞാനിപ്പോൾ വാങ്ങിച്ചു ഡയറി മിൽക്ക് പിടിച്ചാൽ മതി. എനിക്ക് കെട്ടിയിട്ടൊക്കെ വേണ്ടില്ലേ? പിടിക്കടാ, വെയിറ്റ് ഉണ്ടോ? നല്ല വെയിറ്റ് ഉണ്ടോ? എത്ര കിലോ ഉണ്ട് ലൂക്കാച്ച? എന്തായി? അതെ ഇപ്പ പിടിച്ചോടാ ഈ കളഞ്ഞ്. അപ്പോൾ അതേ ലൂക്കാച്ചൻ നമ്മുടെ കടയിലോട്ട് വന്നൊക്കെയുണ്ട്. അപ്പോൾ ലൂക്കാച്ചന് ഞാനൊരു ചലഞ്ച് കൊടുത്തൊക്കെയായിരുന്നു ഞണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആശാന് ഇത്തിരി പേടിയായിരുന്നു. അപ്പോൾ തൽക്കാലം നമ്മളെ മീനെ പിടിച്ച് പറ്റിക്കാന്നൊക്കെ നോക്കി, പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞണ്ടിനെ അവൻ പിടിക്കാൻ നീട്ടി. ഞണ്ടിനെ പിടിച്ച് കൈ കൊടുക്കണ ഒരു സീനുണ്ട്. അത് ബാക്കി നിങ്ങൾ കണ്ടോ? അതെ എത്ര ഉള്ളു? എന്തായി? വാട്ടറാണോ? എവിടെ വെള്ളം പോയാ? എവിടെ കണ്ടാ പൊട്ടിച്ച് കാലി. പൈസ പാലൊടിച്ചവൻ പണി പറയുന്നുണ്ട്. പൈസ എവിടെ? പിന്നെ ഞാൻ തരുന്നില്ല. ഞണ്ടിന്റെ കാലി കളഞ്ഞതും പോരാ, ലൂക്കാച്ചിന് ഒടിച്ച കാലി പിടിച്ചോ. എന്താണ് ഞാൻ കാണിക്കുന്നത്? അപ്പോൾ ആ ഒരു ഞണ്ടെന്ന് പറഞ്ഞാൽ വാട്ടറായിരുന്നു. വാട്ടറാണെന്ന് പറഞ്ഞാൽ അറിയാലോ, ഉള്ളിൽ നിറച്ചും വെള്ളമായിരിക്കത്തുള്ളൂ, മാംസം ഉണ്ടാവില്ല, കുറവായിരിക്കും മാംസം. അപ്പോൾ നമ്മൾ 300 രൂപയ്ക്ക് വിൽക്കുന്ന ഞണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ലൂക്കാച്ചൻ പേടിച്ച് നിലത്തിട്ട് പൊട്ടിച്ച് കണ്ട, അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്നത് കണ്ട. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിൽ മാംസത്തേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും. മാംസം ഉണ്ടാവും, എന്നിരുന്നാലും വെള്ളമായിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുന്നത്. പോലീസ് വന്നിട്ടുണ്ട് പിടിക്കും. അതെ പണിയായിട്ടുണ്ട്. പണിയായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളെ ഇന്ന് കൂടുതലായിട്ട് വന്ന ചെമ്മീനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ട്ടാ. താങ്ക് യു സോ മച്ച്.